Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ കോളൻ പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ലൂഫിയെ കണ്ട സന്തോഷത്തിൽ കോട്ടയുടെ മുൻപിലൂടെ ചാടി ഓടി വരുമ്പോൾ ഒരു പവർ അവനെയും പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. അവൻ അങ്ങനെ കൺട്രോൾ പോയി താഴേക്ക് വീഴും. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാവില്ല. ആ കോട്ടയ്ക്കകത്ത് ആ വില്ലന്മാർ ഉപയോഗിച്ച പവറിന്റെ മറ്റൊരു ഭാഗം അതാണ് ലൈറ്റായിട്ട് അവനെ ഹിറ്റ് ചെയ്തത്. അവനാണെങ്കിൽ അത് കാര്യമാക്കാതെ അവന്റെ മൂടൊക്കെ തട്ടിത്തുടച്ച് അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് ഓടും. അവനാണെങ്കിൽ ലൂഫിയെ ലക്ഷ്യമാക്കി ഓടുമ്പോൾ ഇവിടെ രണ്ട് ജയൻസ് അവരാണെങ്കിൽ ആ പവറിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. കട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ മൂസിന്റെ മീറ്റ് അങ്ങനെ കട്ടിച്ച് പറിക്കുകയാണ്. വാവ്, ഡൈനോസറിന്റെ മീറ്റ് കഴിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ഉടനെ ആ എൽഡർ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, സത്യത്തിൽ ആ മൂസ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽ ആണ്. അതിനെ പിടിക്കുക എന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അവരവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് അതിനെ പിടിച്ചത്. ഉടനെ ലൂഫി ആണെങ്കിൽ അത് കേട്ട് വളരെയധികം ആശ്ചര്യത്തോടു കൂടെ ഇപ്പോൾ ഹൈറുദ്ദീനെയും ടീമിനെയും നോക്കും. ഹൈറുദ്ദീനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതിലും വലിയ റിസ്കിൽ നിന്നാണ് ലൂഫിയൻ ടീം ഞങ്ങളെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും ലൂഫി മതിയാവില്ല എന്ന് പറഞ്ഞ് ലൂഫിയെ നോക്കി ചിരിക്കും. ലൂഫി ആണെങ്കിൽ അവരോട് താങ്ക് യു വെരി മച്ച്. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നതെന്ന് പറയും. അതിന് ഹൈറുദ്ദീൻ പറയും, താങ്ക്സ് പറയേണ്ട യാതൊരു കാര്യവുമില്ല, നിനക്ക് വേണമെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. ആ സമയം കോളൻ പയ്യനാണെങ്കിൽ അവിടേക്ക് വന്ന് ലൂഫി അങ്ങനെ ആ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കി നിൽക്കും. ഉടനെ കോൾഡ്ബർഗ് ആണെങ്കിൽ അവനോട് പറയും, നീ ഇതിനെ നോക്കി നിൽക്കണേ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ ഇഷ്ടം പോലെ നിനക്കും കഴിക്കാമെന്ന് പറയും. ലൂഫി ആണെങ്കിൽ ആസ്വദിച്ച് അവന്റെ ഫുഡ് കഴിക്കുന്ന അതേസമയം ആ ഒരു എൽഡർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി ചോദിക്കും, സത്യത്തില് നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിന്റെ വയറ് അതൊരു അണ്ടാവാണോ അതോ കണ്ടെയ്നർ ആണോ ചോദിക്കും. ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ കിട്ടിയ ഫുഡൊക്കെ വെട്ടി വിഴുങ്ങും. ആളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, സൺ വേൾഡിലേക്ക് ഹ്യൂമൻസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് വരാറ്. ഇവിടേക്ക് എത്തിപ്പെട്ടാലും ഈ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള വഴി അതവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തെറ്റായ ദിശയിൽ കറങ്ങി നടക്കും. നമ്മുടെ ആൾക്കാരെ ആണെങ്കിൽ അവിടെയുള്ള ജയൻസ് ഹെൽപ്പ് ചെയ്ത് ആ റെയിൻബോയിലൂടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചു. കട്ട് ചെയ്താ ഇപ്പൊ അണ്ടർഗ്രൗണ്ട് കാണിക്കും. അവിടേക്ക് ആ ഒരു പോർട്ടലിലൂടെ വന്ന രണ്ടുപേര് ഇപ്പൊ ലോക്കി അന്വേഷിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉസോപ്പ് ആണെങ്കിൽ ലൂഫി അവൻ ഓംറോക്കിനോട് പോലും ക്യാഷ്വലായിട്ട് ഫൈറ്റ് ചെയ്തെന്ന് പറയും. അത് കേട്ട് ആ ഒരു ജയൻസ് എല്ലാവരും അത്ഭുതപ്പെട്ട് ലൂഫിയെ നോക്കും. ആ ജയൻസ് ആണെങ്കിൽ ഉസോപ്പിനോട് ചോദിക്കും, ആ ഒരു ഓർന്ന് പറയുന്ന ജയന്റ് അവനെ ഞങ്ങൾക്ക് തന്നെ വളരെ ഭയമാണ്, അവനെ നിങ്ങൾ അറ്റാക്ക് ചെയ്തോ? അതിന് ഉസോപ്പാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡില്, അതെ, എന്റെ ഈ കൈ കൊണ്ടാണ് അവനെ ഞാൻ തല്ലി തകർത്തത്. അതിനുശേഷം അവനെ ഞങ്ങൾ ഫുട്ബോൾ തട്ടും പോലെ തട്ടിയെന്ന് ഉസോപ്പാണെങ്കിൽ വിളിച്ചു പറയും. അത് കേട്ട് ജയൻസ് ആണെങ്കിൽ കരഘോഷം മുഴക്കുകയാണ്, നിങ്ങൾ ഭയങ്കരന്മാരാണ്, വീരന്മാരാണ്. ഉടനെ ഉസോപ്പാണെങ്കിൽ സിമ്പിളായിട്ട്, അത്രയ്ക്കൊന്നുമില്ല, ഇത് ഞങ്ങളുടെ വെറും ഒരു സിമ്പിൾ ഫൈറ്റ് മാത്രമായിരുന്നു പറയും. ഓൾറെഡി ഹൈറുദ്ദീൻ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതുകൂടെ ആയപ്പോൾ അവരുടെ ഇംപ്രഷൻ അതങ്ങനെ കൂടി വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ജിംബയെ കാണിക്കും. ജിംബയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറൊക്കെ കണ്ട് എല്ലാവരും ആളോട് ആ കളറിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ആളാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അവരോട് പറയും, എൻ്റെ ഫിഷ്മാൻ ഐലാൻഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ ഒരുപാട് അടിപൊളി സൗന്ദര്യമുള്ള ആളുകളുണ്ട്. അത് കേട്ട് അവർക്ക് എല്ലാവർക്കും വല്ലാത്ത എക്സൈറ്റ്മെന്റ് തോന്നും. അവർക്കും ആ ഒരു ഫിഷർമാൻ ഐലാൻഡിലേക്ക് പോയി അതെല്ലാം കാണണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. ഉടനെ ആ ജയൻസ് ആണെങ്കിൽ അവിടെ മർമേഡൊക്കെ ഉണ്ടോ, മർമേഡുകൾ കാണാൻ വളരെ സൗന്ദര്യമുള്ളവയല്ലേന്ന് ചോദിക്കും. അതിന് സാഞ്ചി ആണെങ്കിൽ ദേഷ്യപ്പെടും, മർമേഡുകൾ സൗന്ദര്യമുള്ളവയല്ല, വളരെ അധികം സൗന്ദര്യമുള്ളവയാണ്, അവറ്റകളെ കണ്ണിലുണ്ടെങ്കിൽ നമ്മൾ കണ്ണെടുക്കില്ല, അങ്ങനെ നോക്കിയിരുന്നു പോകുന്നു പറയും. അത് കേട്ട് അവരാണെങ്കിൽ കൂടുതൽ ആശ്ചര്യത്തോടു കൂടെ അവൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ ജയന്റ് ലേഡീസിനെ കണ്ടതിന് ശേഷം മർമേഡുകളെ പോലെ തന്നെ ഇവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇവരിലും ഇംപ്രസ്ഡ് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹായ് ആയിട്ട് ഡാൻസ് ചെയ്യും. നാമിക്കാണെങ്കിൽ അത് കേട്ട് ചത്താ മതിയെന്നാവും. അവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം നാമിക്ക് തോന്നും. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ ജയൻസുകളെ ഒന്നും കണ്ടിട്ടില്ല, അതിനർത്ഥം ഇവിടെ മാത്രമാണോ ഇത്രയും ജയൻസ് ഉള്ളത്? ഇവിടെ നമ്മുടെ നാമിയാണെങ്കിൽ കരുതി വെച്ചിരുന്നത് ജയൻസ് എല്ലാവരും പൈററ്റ്സ് ആണെന്നാണ്. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷമാണ് അവളുടെ ചിന്തകളെല്ലാം തെറ്റാണെന്ന് അവൾ മനസ്സിലാക്കിയത്. ജയൻസിൽ കൂടുതൽ ആൾക്കാരും സമാധാനത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്നും അവർ സാധാരണ മനുഷ്യരെ പോലെ ഒരു നോർമൽ ലൈഫ് നയിക്കുന്നവരാണെന്നും അവർ തിരിച്ചറിഞ്ഞത്.
ഇവിടെ ബ്രൂക്ക് വെറും ഒരു സ്കെൽട്ടൺ ആയിരുന്നിട്ട് കൂടെ അവൻ ആ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് നടക്കുന്നത് കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കുകയാണ്. ബ്രൂക്കിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്, അവനങ്ങനെ സ്റ്റൈലായിട്ട് നടക്കും. ഞാൻ മരിച്ചു ജീവിച്ചവനാണ്, ഇപ്പൊ ഞാൻ ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ആ രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പോൾ ആ മഞ്ഞു പാളികൾക്കിടയിലൂടെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ലോക്കിയെ കണ്ടെത്തുക എന്നതാണ്. കട്ട് ചെയ്താ ഇവിടെ റോക്കിനെ കാണിക്കും. അവൻ പതിയെ നാമിയുടെ അടുത്തേക്ക് വരികയാണ്. നാമി, ഇത് ഞാനാണ് റോക്ക്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. ആ നിമിഷം ഗേർഡ് ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. നീ ചെയ്ത തെറ്റിന് ഒരിക്കലും മാപ്പ് തരാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂന്നൊന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് അങ്ങനെ ടെററായിട്ട് നിൽക്കും. നിന്റെ ആദ്യത്തെ പണിഷ്മെന്റ് അവരോട് മാപ്പ് പറയുക എന്നതാണ്. അത് കേട്ട് ഇപ്പൊ അവനാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. സോറോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എന്തായാലും വിട്ടേക്ക്, ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. മാത്രമല്ല ഉസോപ്പാണ് ആ സമയത്ത് ഫൈറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ഉസോപ്പാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സ്റ്റോറീസ് അങ്ങനെ തട്ടിവിട്ട് ആ ഒരു ജയൻസുകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫിഷ്മാൻ ഐലാൻഡിൽ ഞാൻ ഇപ്പോഴും ഒരു കിങ്കരനാണ്, എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും റെഡ് പേപ്പറൊക്കെ വിരിച്ച് എന്നെ സ്വാഗതം ചെയ്യുമെന്ന് പറയും. ഇവിടെ സോറോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് റോഡോയോട് പറയും, ഉസോപ്പ് ഫൈറ്റ് ചെയ്യാൻ അനുവദിച്ചു എങ്കിൽ ഉറപ്പായാലും നിന്റെ തല അത് നിലത്ത് കിടന്ന് ഉരുണ്ടേനെ, നിനക്ക് ഇപ്പൊ മാപ്പ് പറയാൻ പോലും ഒരവസരം കിട്ടില്ലായിരുന്നു. അത് കേട്ട് റോഡോ ആണെങ്കിൽ കൂടുതൽ പേടിക്കുകയാണ്. അടുത്ത നിമിഷം ഗേർഡ് ആണെങ്കിൽ അവനെ അച്ചരം പൊച്ചറ ഇട്ടിക്കുകയാണ്. ഓപ്പണന്റ് ആരാണെന്ന് നോക്കാതെ എന്താണെന്ന് അറിയാതെ നിനക്ക് എങ്ങനെ അവരോട് അപ്രകാരം ചെയ്യാനായിട്ട് സാധിച്ചു? നീ ചെയ്തത് വലിയ തെറ്റാണ്. ലൂഫിയാൻ ടീം ആരാണെന്ന് നിനക്കറിയോ? ലൂഫി ഒരു എംപറർ ആണെന്ന് പറയും. അത് കേട്ട് അവൻ കൂടുതൽ ഭയപ്പെടുകയാണ്. അവളാണെങ്കിൽ ഇപ്പൊ സോറോയോട് പറയും, നെക്സ്റ്റ് ടൈം ഇവനോട് കരുണയൊന്നും കാണിക്കണ്ട, ഇവൻ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ തല്ലി കൊന്നേക്ക്. അവനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നീ എന്താ ഈ പറഞ്ഞു കൊടുക്കണേ, ഞാനും നിങ്ങളുടെ ടീമിലെ ഒരു മെമ്പർ അല്ലേ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സോറോയോട് പറയും, ഐ എം സോറി, ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി ഞങ്ങൾ ജയൻസ് എല്ലാം ഒറ്റക്കെട്ടാണ്. സൺ ഗോഡാണ് ഞങ്ങളുടെ ദൈവം, അദ്ദേഹത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ വേറൊരു ജയന്റ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ മുഖത്ത് ആഞ്ഞിട്ടിക്കും. നീ എന്തൊക്കെ ഈ പറയണേ, സൺ ഗോഡ് എന്താ ഒരു റൂളറാണോ എന്ന് ചോദിക്കും. ഉടനെ വേറൊരു ജയന്റ് ആണെങ്കിൽ അവർ രണ്ടുപേരെയും തട്ടിയിട്ട് സൺ ഗോഡ് ഒരു ലിബറേഷൻ ആണെന്ന് പറയും. ഉടനെ വേറെ ജയൻസ് ആണെങ്കിൽ അവിടേക്ക് വന്ന് അദ്ദേഹമാണ് എല്ലാത്തിന്റെയും അവസാനം, അദ്ദേഹമാണ് നമ്മുടെ അവസാന വാക്കെന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ പരസ്പരം തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അതങ്ങനെ ക്യാഷ്വലായിട്ട് ശ്രദ്ധിക്കും. ഇവർക്ക് എന്തു പറ്റി, വട്ടാണോ ഇങ്ങനെ പരസ്പരം കലഹിക്കാൻ? യഥാർത്ഥത്തിൽ നമ്മുടെ സൺ ഗോഡ് അത് ലൂഫി ആണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എന്തിന് ലൂഫിക്ക് പോലും അതറിയില്ല. ലൂഫി ആണെങ്കിൽ സൺ ഗോഡ് ആരാണെന്ന് ഇപ്പൊ ആ എൽഡർ അപ്പാപ്പനോട് ചോദിക്കും. അതിന് അദ്ദേഹം പറയും, എന്റെ മുതുമുത്തച്ഛനും മുതുമുത്തച്ഛിയും അവരുടെ മുത്തച്ഛനും മുത്തച്ഛിയും എല്ലാവരും ആരാധിച്ചു വരുന്ന വലിയൊരാളാണ് സൺ ഗോഡ്. ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെയാണ് വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും. എപ്പോഴൊക്കെ ലോകത്തിന് വലിയൊരു മാറ്റം നടക്കുന്നോ അപ്പോഴൊക്കെ സൺ ഗോഡ് അവിടെ ഉണ്ടാവും, അത് ഞങ്ങൾക്ക് തീർച്ചയാണ്. നിക്ക എന്ന പേരിനോട് ഞങ്ങൾക്ക് ഒരുപാട് ബഹുമാനമുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജ്വല്ലറി ബോണി അവൾ ഇടയ്ക്കിടയ്ക്ക് നിക്ക എന്നുള്ള പേര് പറയാറുള്ളതിനെ കുറിച്ച് ഇപ്പൊ ലൂഫി ആലോചിക്കുകയാണ്. ആരെങ്കിലും ഉള്ളുരുകി അവരുടെ ആവശ്യത്തിനു വേണ്ടി സൺ ഗോഡ് നിക്കയെ വിളിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടേക്ക് വരും. അദ്ദേഹം ആ സമയത്ത് തൂവെള്ള നിറത്തിലായിരിക്കും, മേഘങ്ങൾക്കിടയിലൂടെ ആയിരിക്കും അദ്ദേഹം വരിക. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ശരിക്കും സത്യത്തിൽ ഈ പറഞ്ഞ അടയാളങ്ങളായിട്ട് എനിക്ക് കുറച്ച് സാമ്യമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെയും ചിലർ നിക്ക എന്ന് വിളിക്കാറുണ്ട്, പക്ഷെ ഞാനാണെങ്കിൽ അത് ശ്രദ്ധിക്കാറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഹായ് ആയിട്ട് ഫുഡ് കഴിക്കും. ആ സമയം ആ എൽഡർ ആണെങ്കിൽ ഷോക്കായി ലൂഫിയെ ഒന്ന് അട്ടിമുടി നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.